ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ? പലപ്പോഴും കടയിൽ വരുമ്പോഴും പല കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് കാണിക്കാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു ക്രഷ്ഡ് ഫീലിൽ വരുന്ന മെറ്റീരിയൽ, അതായത് ടിഷ്യൂ ബ്ലെൻഡൊന്നും അല്ല, അല്ലാതെ ജസ്റ്റ് ക്രഷ്ഡിൽ വരുന്ന മെറ്റീരിയൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നതും അതിനകത്ത് കട്ട് വർക്ക് വന്നിരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കളക്ഷൻസ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഈ സാരീസ് എല്ലാം. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കിൽ വന്നിരിക്കുന്നത്, അതായത് ചെറിയൊരു ലാവൻഡർ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു പിങ്ക് ടോണാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ ഒരു ക്രഷ്ഡ് ഫില്ല് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. അത് ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്, ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല. 1 ലെയർ ഇടണമെങ്കിൽ 1 ലെയർ ഇടാം. അതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് കണ്ടോ, രണ്ട് സൈഡിലും ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക്. 2480 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഈ ഒരു വർക്ക്, 2 വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് 2 സ്ലീവിലും വെക്കാനുള്ള വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സാരി, നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ. ഇങ്ങനെ ശരിക്കും ഒരു പേപ്പർ എടുക്കുന്ന പോലെ അത്രയും വെയിറ്റേ ഉള്ളൂ ഇതിന്. നല്ല സോഫ്റ്റായിട്ട് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയലും ആണ്. അതിൻ്റെ തന്നെ ഇതേ ഒരു ബ്രൗൺ, സെയിം പാറ്റേൺ തന്നെ ഒരു ചോക്ലേറ്റ് ബ്രൗണിലേക്ക് വന്നിരിക്കുന്ന സാരി. 2480. അടുത്തത് വന്നിരിക്കുന്ന അതിൻ്റെ നല്ലൊരു പ്ലസൻറ്റ് ഗ്രീൻ, നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ. അതിനകത്ത് എംബ്രോയ്ഡറി വർക്കും ഇങ്ങനെ റെയറായിട്ടാണ് ചില ഇങ്ങനത്തെ ഗ്രീനൊക്കെ ചിലപ്പോൾ കാണുള്ളൂ. ഇത് കണ്ടോ, ഇതേപോലെയാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. 2480. അടുത്തത് വരുന്നത് നോക്കിയേ, ഒരു ഗോൾഡൻ ഷെയ്ഡ് അല്ലേ, ഒരു ഗോൾഡൻ്റെ ഒരു ഷെയ്ഡ്. കറക്റ്റ് കളറാണോ വീഡിയോയിൽ? ഇതേപോലെ തന്നെ ക്രഷ്ഡ് ഫീലിൽ വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇതേപോലെ ക്രഷ്ഡ് ഫീലിൽ, എന്നിട്ട് 2 ബോർഡറും ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ബ്ലൗസ് വന്നിരിക്കുന്നത്, ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതേപോലെ ഫുൾ, ആ ബോഡിയിൽ ഫുൾ ഇതേപോലെ ചെറിയ ചെറിയ വർക്കുകളുണ്ട് കേട്ടോ ബ്ലൗസിന്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 3450. 3450. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, നല്ല ബ്യൂട്ടിഫുൾ സാരീസാണ്. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗ്രീൻ, അതായത് ഒരു ഒലിവ് ഗ്രീൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. അതിൻ്റെ കണ്ടോ, നല്ല ഫിനിഷിങ്ങിലുള്ള എംബ്രോയ്ഡറിയും ഒരു ലേസ് പാറ്റേണും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബോർഡറിൽ. ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന സാരി, ഒരു ഒലിവ് ഗ്രീൻ മെഹന്തി ഗ്രീൻ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. അടുത്തത് വരുന്നത് നോക്കി, അതിൻ്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഷെയ്ഡ്സ് എല്ലാം നല്ലൊരു റെയർ ഷെയ്ഡ്സാണ്, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ്. നല്ല എംബ്രോയ്ഡറി വർക്കും. 3450. അടുത്തത് വരുന്നത് നമുക്ക് ക്രഷ്ഡ് ഫീൽഡ് തന്നെ വന്നിരിക്കുന്നതിനകത്ത് എംബ്രോയ്ഡറിയും കട്ട് വർക്കും കൂടെ ആട്ടോ വന്നിരിക്കുന്നത്. ഇതൊരു സീ ഗ്രീൻ ഷെയ്ഡിലേക്ക് വരും. ഇത് കണ്ടോ, ഇതിനകത്ത് എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു കട്ട് വർക്ക് പാറ്റേണും കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. ബോഡിയിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 3680, 3680. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസാട്ടോ. ബ്ലൗസ് പ്ലെയിൻ തന്നെയാണ്, അല്ലല്ല ബ്ലൗസ് പ്ലെയിൻ അല്ല കേട്ടോ, സ്ലീവ് എൻഡിൽ ബോർഡർ ഉണ്ട്. ഇതേപോലെ സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൂടെ വരും. നല്ലൊരു സീ ഗ്രീൻ്റെ ഒക്കെ അല്പം കൂടെ ഡാർക്കായിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. എല്ലാ ഷെയ്ഡ്സും നല്ല ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്, ഉടുക്കാൻ നല്ല കംഫർട്ടബിളാണ്. അടുത്ത നോക്കി നമുക്ക് ഇച്ചിരി ഡാർക്കർ ചാർട്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. ഇത് ഒരു പേർപ്പിൾ ഷെയ്ഡിലേക്ക് വരും. അതിനകത്ത് ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും ഇതേപോലെ ഒരു കട്ട് വർക്ക് പാറ്റേണും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. 3990, 3990. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് ഉണ്ടോ, ബ്ലൗസിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് ഇതിൻ്റെ ബോർഡറിൽ കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ വരും. അതിൻ്റെ തന്നെ ഒരു സഫയർ ഗ്രീൻ, സഫയർ ബ്ലൂ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോൺ. ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് ആൻഡ് കട്ട് വർക്ക്. അതിൻ്റെ എൻഡിൽ ഇതേപോലെ ഒരു കട്ട് വർക്ക് പാറ്റേണും കൂടെ കൊടുത്തിട്ടുണ്ട്.
അടുത്ത് വരുന്നത് ഒരു നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ടോൺ, സെയിം പാറ്റേൺ തന്നെ. ഇങ്ങനെയാണ് എംബ്രോയ്ഡറി ആൻഡ് കട്ട് വർക്ക് പാറ്റേൺ വരുന്നത്. ഡാർക്ക് പേർപ്പിൾ. അടുത്തത് വരുന്നത് ഒരു ലാവൻഡർ ടോൺ. ഇതെല്ലാം ആ ഒരു ക്രഷ്ഡ് ഫീലിലേക്ക് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. അതിനകത്ത് കണ്ടോ ഇതേപോലെ എംബ്രോയ്ഡറിയും ചെറിയ കട്ട് വർക്കിൻ്റെ പാറ്റേണും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3680, 3680. ഇതിൻ്റെ ബ്ലൗസിനകത്തും ഈ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സ്ലീവെൻറ്റിൽ കൊടുക്കാനുള്ള വർക്ക്. അടുത്ത് വന്നിരിക്കുന്നത് ക്രഷ്ഡും അല്പം ടിഷ്യൂ ബ്ലെൻഡായിട്ടും കൂടെ വന്നിരിക്കുന്ന മെറ്റീരിയൽ. ഇതിനകത്ത് ചെറുതായിട്ടൊരു ടിഷ്യൂ ബ്ലെൻഡും കൂടെ വന്നിട്ടുണ്ട്. ഇതേപോലെ ക്രഷ്ഡാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1950. ഇതേപോലെ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ഓൾ ഓവർ ദ ബോഡിയിൽ. ഇതൊരു ഒരു ചെറിയൊരു പേർപ്പിൾ ഗോൾഡൻ ബ്ലെൻഡായിട്ടുള്ള ഒരു ടോണാണ്. ഇതിൻ്റെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ താഴെയാണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതിൻ്റെ സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന പ്ലെയിൻ ബ്ലൗസ്. 1950. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്രഷ്ഡ് ഫീൽഡ് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്